യൂസർ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് മെഷീനിൽ ഫീഡ് ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റും. നേരെ മെനു എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തെയാണ്. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനായ ആഡ് നൂല് വരാം. അവിടെ നെയിം, റേറ്റ്, യൂണിറ്റ്, SGST, ഡിസ്കൗണ്ട്, CGST, HSN കോഡ്, സേവ് ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഗുഡ് ലൈഫിൻ്റെ പെരുംജീരകം 100 ഗ്രാമിൻ്റെ 85 രൂപ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എൻ്റർ കൊടുക്കുന്നു. അവിടെ നമുക്ക് പെരുംജീരകം, ഇംഗ്ലീഷ് നെയിം നമ്മൾ കൊടുക്കുന്നില്ല, കാരണം ഇംഗ്ലീഷ് നെയിം കൊടുക്കാം. നോർമലായിട്ടുള്ള ആളുകൾക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിലുള്ള പേരുകൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. പെരുംജീരകം 100 ഗ്രാം. സ്പേസ് ഇടാൻ Shift 0 Shift ആണ്. അതിനുശേഷം ഏത് ബ്രാൻഡാണുള്ളത്, ഗുഡ് ലൈഫ് എന്നുള്ള ബ്രാൻഡാണ് ഞാൻ ആ പേര് കൊടുക്കുന്നു. അത് ഗുഡ് ലൈഫ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, GL എന്ന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് കൊടുക്കാം. പെരുംജീരകം 100 ഗ്രാം GL. അത് ഓക്കെ ആണെങ്കിൽ എൻ്റർ കൊടുക്കുക. തൊട്ട് താഴെ റേറ്റ്, അതായത് ഡൗൺലോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റിൻ്റെ അടുത്തേക്ക് വരിക. അവിടെ എൻ്റർ കൊടുത്തതിന് ശേഷം എത്ര രൂപയാണ് പാക്കറ്റിലുള്ളത്, 85 ആണ്. 85 എന്ന് ടൈപ്പ് ചെയ്യുന്നു, വീണ്ടും എൻ്റർ കൊടുക്കുന്നു. നേരെ GST ഒക്കെ ഉണ്ടെങ്കിൽ GST നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. GST ഇല്ലാത്ത ക്ലയൻസ് ആണെങ്കിൽ നേരെ സേവ് കൊടുത്താൽ. അപ്പോൾ മെഷീനിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിൻറ്റ് വേണം, നമ്മൾ ആഡ് ചെയ്തത് പ്രോഡക്റ്റ് കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാം. പ്രിൻറ്റ് വേണമെങ്കിൽ എൻ്റർ, വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻസൽ. നമുക്ക് എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 7ാമത്തെ പ്രോഡക്റ്റ് പെരുംജീരകം എത്ര രൂപയായി, 85 രൂപയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റത്തിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ബില്ലല്ല, നമ്മൾ എന്താണ് ആഡ് ചെയ്തതെന്നുള്ളത് കാണുന്നതാണ്. അടുത്ത സ്ക്രീനിൽ വീണ്ടും ചോദിക്കും ഡു യു വാണ്ട് ടു ആഡ് മോർ പ്രൊഡക്ട്സ്. ഇനി പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ചോദിക്കും. എൻ്റർ കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ വരും. നെയിമിൻ്റെ അവിടെ വരുന്നു, വീണ്ടും എൻ്റർ കൊടുക്കുന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണന്തയുടെ ചായപ്പൊടിയാണ്. ഇതിൻ്റെ നമുക്ക് 335 രൂപയാണ്. നമുക്ക് പാക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ടാറ്റ ടീ കണ്ണന്തേവൻ ക്ലാസിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. കണ്ണന്തേവൻ KANAN സ്പേസ് Shift 0 Shift ദേവൻ, വീണ്ടും Shift 0 Shift ക്ലാസിക്. ഇതേ ബ്രാൻഡിൻ്റെ തന്നെ നമുക്ക് സ്ട്രോങ് ഒക്കെ കാണും. അപ്പോൾ അതേ പേരിൽ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ ക്ലാസിക്കിൻ്റെ കൂടെ ഗ്രാമും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ പാക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഗ്രാമാണ് ഉള്ളതെന്ന് നമുക്കറിയാൻ സാധിക്കും. ഈ പാക്കറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഗ്രാമല്ല എത്ര കിലോ ആണ് നമുക്ക് കാണാൻ സാധിക്കും. 1 kg ആണ്. ഞാനപ്പോൾ അതേ രീതിയിൽ തന്നെ 1 kg ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ കൊടുക്കുന്നു. റേറ്റ് താഴേക്ക് വരുന്നു, എൻ്റർ കൊടുത്തിട്ട് റേറ്റ് നമ്മൾ പാക്കറ്റിലുള്ള 335 എന്ന് കൊടുക്കുന്നു. വീണ്ടും എൻ്റർ കൊടുക്കുന്നു. അതിനുശേഷം നേരെ താഴെ വന്ന് സേവ് എന്ന ഓപ്ഷൻ വരുന്നു. അവിടെ എൻ്റർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് പ്രിൻറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. പ്രിൻറ്റ് വേണമെങ്കിൽ എൻ്റർ, വേണമെങ്കിൽ ക്യാൻസൽ ആണ്. ഞാൻ എൻ്റർ കൊടുത്ത് പ്രിൻറ്റ് എത്രാമത്തെ പ്രോഡക്റ്റാണ് കാണാൻ സാധിക്കും. നമ്മൾ ആഡ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കണ്ണന്തേവൻ ക്ലാസിക് 1 kg 8ാമത്തെ പ്രോഡക്റ്റാണ്. റേറ്റ് 335 ആണ് കാണിക്കും. ഇനി അടുത്തതായിട്ട് ഡു യു വാണ്ട് ടു ആഡ് മോർ പ്രൊഡക്ട്സ് എന്ന് വീണ്ടും സ്ക്രീനിൽ ചോദിക്കും. നമ്മൾ എൻ്റർ കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോഡക്റ്റ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. നമുക്ക് കോമൺ നെയിമായിട്ട് ഐറ്റത്തെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ലെക്സ് സോപ്പ് കാണും, ക്യൂട്ടി സോപ്പ് കാണും, അങ്ങനെ പലതരം സോപ്പുകൾ കാണും. അങ്ങനെ കോമൺ നെയിമായിട്ട് സോപ്പ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ കൊടുക്കുന്നു. SOAP സോപ്പ് എന്ന് കൊടുത്തു. വീണ്ടും എൻ്റർ കൊടുത്ത് നേരെ താഴെ വന്ന് സേവ് കൊടുക്കും. പ്രിൻറ്റ് വേണം ചോദിക്കും. എൻ്റർ കൊടുത്താൽ 9ാമത്തെ പ്രോഡക്റ്റ് സോപ്പാണ് കാണും. അടുത്തതായിട്ട് നമുക്ക് സ്ക്രീനിൽ വീണ്ടും ചോദിക്കും ഡു യു വാണ്ട് ടു ആഡ് മോർ പ്രൊഡക്ട്സ്. ഇനി പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം ചോദിക്കും. എൻ്റർ കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നെയിമിലേക്ക് വരും. എൻ്റർ കൊടുക്കുന്നു. നമുക്ക് ക്യാരറ്റ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നു. അത് വെജിറ്റബിൾ ആണ്. CARROT ക്യാരറ്റ് നമ്മൾ കൊടുക്കുന്നു. റേറ്റ് 1 കിലോയുടെ വില നമ്മൾ സേവ് ചെയ്യുന്നു. യൂണിറ്റ് എന്നുള്ളത് നമ്മൾ നമ്പർ മാറ്റി കിലോഗ്രാം നോക്കണം. എൻ്റർ കൊടുത്ത് കിലോഗ്രാം നോക്കുന്നു. നേരെ താഴെ വന്ന് സേവ് കൊടുക്കും. നമ്മൾ എന്ത് യൂണിറ്റ് ഉണ്ടോ ആ യൂണിറ്റ് നല്ല സേവ് ചെയ്യാം.